എനിക്കിഷ്ടായി ഒരുപാട് ഗെയിം. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം മേടിച്ചതാ. ആഹാ, എന്റെ മക്കൾ ഇവിടെ വിഷമിച്ചിരിക്കാൻ വെച്ചിട്ടാ ഡാഡ് എത്രയും പെട്ടെന്ന് ഓടി പിടിച്ചു വന്നത്. രണ്ടുപേരും നല്ല കളിയും ശരിയാണല്ലോ. ദാദാ, എല്ലാവരും എല്ലാം അറിഞ്ഞു. പിന്നെ അതും പറഞ്ഞ് ഞങ്ങളെന്തിനു വിഷമിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ 1.5 മാസമായിട്ട് ഞങ്ങളെ കണ്ണീരൊഴുക്കി ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇനി വയ്യ. പെണ്ണിന്റെ മുഖത്തൊന്ന് തെളിച്ചം വെച്ചപ്പോ ഡാഡാ എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് കുക്കിയുടെയും വലിയ ഡിവോഴ്സിന്റെ കാര്യം നോക്കണം. ഇവര് തമ്മിൽ ചേരില്ലല്ലോ. നിനക്ക് അവന് ഇഷ്ടമല്ലല്ലോ, പിന്നെ നിന്റെ മുഖം വാടിയിരിക്കുന്നത്. ഇനി ഗ്രാൻഡ്മയുടെ കാര്യമാണെങ്കിൽ അത് നീ നോക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവളങ്ങ് ലണ്ടനിൽ പോയി പഠിക്കട്ടെ ഡാഡാ. റിജി, ഇതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണോ? കല്യാണം എന്ന് പറയുന്ന കുട്ടിക്കളിയല്ല. നീ ആലോചിച്ച് തീരുമാനിക്കേ. ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്നാ ഡാഡാ? ഇവർക്ക് തമ്മിൽ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അഥവാ എന്റെ തേജുവിന് അവനെ ഇഷ്ടപ്പെട്ടാലും കുക്കിക്ക് ഒരിക്കലും ഇവിടെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നീ എടുത്ത എന്ത് തീരുമാനം ശരിയായിരിക്കും. ആലോചിച്ച് തീരുമാനിക്കുന്നാലും. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എനിക്ക് മൊത്തം വട്ടാവുക ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നത്. റിജുവും തേജുവും അവർ തമ്മിലുള്ള ബന്ധം ഞാൻ എന്തൊക്കെയാ തെറ്റിദ്ധരിച്ചു വെച്ച്. ഒന്നാമത് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ എനിക്കെന്താ കുഴപ്പം? അവസാനം ഇപ്പോൾ അതെൻ്റെ അമ്മായിയുടെ മകളാ തേജു എന്നറിഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാ? അവള് അവന്റെ അനിയത്തി എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര സന്തോഷം. എന്താ ജൂണേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ വിലക്കുണ്ടല്ലോ, ഒന്നും പറയാൻ പാടില്ലെന്ന്. അമ്മ എല്ലാത്തിനും കാരണം അമ്മയാ. പാവന്റെ അനിയത്തി ജനനി, എൻ്റെ ജനനിയുടെ എൻ്റെ ഇത്രയുടെ മോള തേജസ്വിനി. അതെങ്ങനെയാ? അപ്പോ മഹേഷോ ജനനിയും മഹേഷും തമ്മിൽ വിവാഹിതരായിരുന്നല്ലേ? അതെ, പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ തനിക്കറിയാലോ, ഇന്ദ്രൻ്റെ ഒറ്റ സുഹൃത്താ. അവനും എൻ്റെ അനിയത്തി തമ്മിൽ ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതറിഞ്ഞപ്പോഴാ എൻ്റെ അമ്മ വെറുതെ പിടിച്ച് എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയത്. അവളുടെ ഇഷ്ടം പോലും നോക്കാതെ. അന്ന് തുടങ്ങിയതാ അവളുടെ കഷ്ടകാലം. മഹേഷ് അവനെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ അവളുടെ ദുരിതങ്ങൾ തുടങ്ങിയതാണ്. അവന് വേണ്ടത് അവളുടെ സ്നേഹമായിരുന്നില്ല, അവളുടെ സ്വത്തും പണമൊക്കെ ആയിരുന്നു. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ അനിയത്തിനവൻ. ഞാൻ നിർബന്ധിച്ചിട്ടാ, നമ്മുടെ കൈയും കാലും പിടിച്ചിട്ടാ ആ ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ അവൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇറങ്ങി. നല്ല മുന്നേറ്റം ഉണ്ടായിരുന്നു അതിൽ തന്നെ. അങ്ങനെയാ അവൾ വീണ്ടും ഇന്ദ്രയെ കണ്ടുമുട്ടുന്നത്. അവളുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് നടന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവളെ ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് അമ്മ കണ്ടുപിടിച്ചത് അവരുടെ ഇഷ്ടം. ജയദേവ്, നീ എന്താ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എന്തുവാടാ? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എൻ്റെ കൂടെ വന്നേ, അത്യാവശ്യ. നീ വേഗം വാ. അമ്മ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അമ്മ താഴത്തേക്ക് പോയിക്കോളൂ. ഞാൻ വേഗം ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വേഗം വരാം. ഞാനിപ്പോൾ വരാട്ടോ. ശരി ജോണേട്ടാ, പോയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നീ വാളെടുക്കും. വന്നിട്ടെല്ലാം പറയണേ. ഓ, ഇങ്ങനെ പോവും ചെയ്തു. ഞാനിപ്പോൾ ആരോടെ ചോദിക്കാം? എനിക്കാണെങ്കിൽ എല്ലാം അറിയാൻ തീർച്ചയായിട്ട് വയ്യ. ജനനിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറഞ്ഞത്. എങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചേ? ഇങ്ങനെ മഹേഷ് ഇവിടെ പോയി? ഇന്ദ്രൻ ജനനായിട്ടുള്ള പ്രണയം എങ്ങനെ തുടങ്ങി? ഒരുപാട് ചോദ്യങ്ങൾ മണ്ടക്കിടന്ന് കുഴയാണല്ലോ. ജനനി, നീ എല്ലാം അറിയുന്നില്ലേ? നമ്മുടെ മോളെ ഒരുപാട് വേദനിക്കുന്നുണ്ടപ്പോൾ. ഒരിക്കലും അവളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുതെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ എന്താ ജനനി, നിനക്ക് ഓർമ്മയുണ്ടോ പിരിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയത്? എൻ്റെ പാപ്പത്ത് പൊട്ടിപ്പൊണ്ടായിരുന്നല്ലോ നീ അന്ന്. എല്ലാ മീറ്റിങ്ങിൻ്റെ ഷെഡ്യൂൾസ് കറക്റ്റ് ആയിരിക്കണം. ഓ സൂക്ഷിച്ച്. സോറി. താങ്ക് യു. ജനനി, എത്ര നാളെ നിന്നെ കണ്ടിട്ട്. നീ ഒരുപാട് മാറിപ്പോയി. ഞാൻ പണ്ടത്തെ നിങ്ങളുടെ ജനനയല്ല. ഞാൻ നിങ്ങളുടെ ബിസിനസ് മാറ്ററായ മിസ്സസ് ജനനി നന്ദകുമാറാണ്. ഞാൻ മനസ്സിലാകുന്നുണ്ട് ജനനി, നീ ഒരുപാട് മാറിപ്പോയി. ഒരുപാട്. വിരോധമില്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ. സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നീട് ഒരിക്കലാവട്ടെ. ഞാൻ പോകുന്നു. ശരി എന്നാ, ബൈ. എൻ്റെ ജനനി ഒരുപാട് മാറിപ്പോയി. നിന്നെ കണ്ടപ്പോൾ എനിക്കൊന്ന് മാറിപ്പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ
നീ എന്നതല്ലല്ലോ, ഞാൻ നിനക്ക് ഒരു അന്യനല്ലേ. സഹിക്കുന്നില്ല പെണ്ണെ, നീ വീണ്ടും എൻ്റെ മുന്നിൽ എന്തിനാ? മിസ്റ്റർ ഇന്ദ്രപ്രസാദ്, സൺഡേ ഒഴിവുണ്ടെങ്കിൽ നമുക്കൊന്ന് കോഫി കുടിക്കാൻ പോയാലോ? ആ ആ അതിനെന്താ, പോവാം, ഞാൻ വരാം, ഞാൻ വന്നിരിക്കും. ഡാഡാ ഡാഡാ ഡാഡ നിന്റെ സ്വപ്നം കാണാണോ? ഓ മൈ ലിറ്റിൽ പ്രിൻസസ്. അതെ, ഡാഡ സ്വപ്നം കാണുകയായിരുന്നു. ഡാഡയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ലാത്ത സ്വപ്നം അത്. പഴയ മെമ്മറീസ് അത് സ്വപ്നങ്ങളായി മാത്രം നമ്മുടെ മനസ്സിൽ വന്നു പോകും. ഒരിക്കലും അത് യാഥാർത്ഥ്യമാവില്ലല്ലോ ഇനി. ആ സ്വപ്നങ്ങൾ ഒരിക്കലും കൂടി യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അത് ഞാൻ ഒരിക്കലും അതൊന്നും കണ്ണു തുറക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല മോളെ. ഡാഡെന്താ സാഹിത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയോ? എന്താ ഡാഡാ, അമ്മേനെ ആലോചിച്ചിരിക്കുവാണോ? ആ സ്ത്രീ എന്തിനാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? നമ്മളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ഡാഡേനെ ഇഷ്ടമാണെങ്കിൽ അവരൊരിക്കലും പോവില്ലായിരുന്നല്ലോ. ഓ മൈ ലിറ്റിൽ പ്രിൻസസ്, എനിക്കറിയാം നീ നിന്റെ അമ്മേനെ ഇങ്ങനെ വാത്തു പറയാതെ കുറ്റം പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവളുടെ ഒരു തലോടൽ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അവളിപ്പോൾ നമ്മുടെ ആരുടെയും കൂടെ ഇല്ല. എന്നിട്ടും നീ അവളെ ഇങ്ങനെ വെറുക്കുന്ന പോലെ എന്തിനാ മോളെ അഭിനയിക്കുന്നത്? നീ ഒരിക്കൽ അറിയും അവൾ എന്തുകൊണ്ടാണ് നമ്മളെ വിട്ടു പോയതെന്നുള്ള സത്യം. ഞാനായിട്ടൊന്നും തോർത്ത് പറയില്ല, ഞാനത് അവൾക്ക് കൊടുത്ത വാക്കാ. പിന്നെ ഈ ഡാഡ നിന്റെ മമ്മി ഇത്രയധികം സ്നേഹിക്കുന്നതിൻ്റെത് അത് നീ ഒരിക്കൽ മനസ്സിലാക്കും. പ്രണയം എന്ന വികാരം നിന്നെ തൊട്ടുണർത്തുമ്പോൾ നീ അറിയും എന്താ ഈ ഡാഡി ഇങ്ങനെയെന്ന്. ഓ നോ ഡാഡാ, പ്രണയമെന്ന വികാരത്തിനോട് എനിക്ക് താല്പര്യമില്ല. ഡാഡയുടെ ലൈഫിൽ പ്രണയം ഉണ്ടായിരുന്നല്ലോ. ഡാഡ് എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരെ. എന്നിട്ടും എന്താ, അത് പൂർണ്ണമായിട്ടുണ്ട് എപ്പോഴും? ഇല്ലല്ലോ. എനിക്ക് ലവിനോട് ഒരു വിശ്വാസമില്ല. ഡാഡ്, ഐ എം നോട്ട് ജോക്കിംഗ്. വൈ ആർ യു സ്മൈലിംഗ്? ഓ മൈ പ്രിൻസസ്, ഞാൻ ചിരിച്ചില്ല. പ്രണയത്തെക്കുറിച്ച് ഒരാൾക്കും ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒരിക്കൽ നീ അനുഭവിച്ചറിയും, അപ്പോഴും ഈ പറച്ചിൽ വേണം. ഞാൻ എന്തായാലും കൂടുതൽ നിന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ വല്ലതും വെച്ചുണ്ടാക്കാൻ പോ. ഡാഡാ, ഡാഡയെ പോലും റിജിയെ പോലും വട്ട് കേസ് എനിക്കില്ല. റിജിയും പ്രണയിക്കുന്നുണ്ടല്ലോ. ഞാൻ മീനെ, നിങ്ങളെ രണ്ടു പോലെ ഞാൻ ആവില്ല. ഡാഡി കേൾക്കുന്നുണ്ടോ? എനിക്ക് പ്രണയം എന്നുള്ള വികാരം ഉണ്ടാവില്ല ഡാഡാ. ആ സ്ത്രീക്ക് വേറൊരു കുഞ്ഞ്, എൻ്റെ ഏട്ടൻ തന്നെ എന്നോടെല്ലാം മറച്ചു വെച്ച്. എനിക്ക് അച്ഛനെ വിളിക്കണം. ഹലോ അച്ഛൻ, ഞാൻ അച്ഛൻ. ആ സ്ത്രീ പൊട്ട സ്ത്രീയല്ലേ. അവരുടെ ചാരസന്ധതിയെ ഞാൻ കണ്ടു. അത് ഞാൻ ആഗ്രഹിച്ച എൻ്റെ കുക്കി കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന അവളെ അച്ഛൻ എനിക്ക് ഹായ് ആർമീസ്, ഹായ് ഫ്രണ്ട്സ്. ഈ വീഡിയോ ലെന്ത് കുറവാണെന്ന് അറിയാൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വരുന്നില്ല, എൻ്റെ മോൻ ഇവിടെ ഉണ്ട്. അവൻ ടി വി ഓൺ ചെയ്തിട്ട് ഭയങ്കര നോയ്സാണ്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മനുഷ്യമൃഗത്തിൻ്റെ എപ്പിസോഡ് നാളെ ഇടുന്നില്ല. മധുരപ്രതികാരം എനിക്ക് ഞായറാഴ്ചത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് 3-4 ദിവസം എഡിറ്റ് ചെയ്യാതിരുന്നാൽ അതെനിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്നാമത് എൻ്റെ മോൻ്റെയും ബഹളം എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാനൊരു അപേക്ഷ ചോദിക്കുകയാണ്, പ്ലീസ് അത് സ്വീകരിക്കണം. മിക്കവരും വീഡിയോസ് കുറേ പേര് ചിലർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് അടിക്കണേ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങൾ എത്ര ലൈക്ക് തരുന്നോ അതിനനുസരിച്ചാണ് യൂട്യൂബ് വീഡിയോ സജസ്റ്റ് ചെയ്യുന്ന മറ്റുള്ളവർക്ക്. പ്ലീസ് ഗൈസ് മറക്കരുത്. എൻ്റെ ഈ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണേ.